ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എം ജിസ് നോജക്. ഞാൻ എം ജെ. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിൻ്റെ ആ ചാപ്റ്റർ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ പാർട്ട് 1 ആണിത്. അപ്പം എനിക്ക് പറയാനുള്ളത്, ഈ ചാപ്റ്ററിൽ ആകെ മൂന്ന് ടോപ്പിക്കേ ഉള്ളൂ. ഒന്ന് റേറ്റ് ഓഫ് ചേഞ്ച്, മറ്റൊന്ന് ഇൻക്രീസിങ് ഡിക്രീസിങ്, മൂന്നാമത്തത് മാക്സിമ മിനിമ എന്ന് പറയുന്ന മൂന്ന് ടോപ്പിക്കാണ്. എനിക്ക് നിങ്ങളോട് ചാപ്റ്റർ ഒരു കാര്യം പറയാനുള്ളത്, എല്ലാവരും ഈ ചാപ്റ്ററിനെ കുറിച്ചിട്ട് വളരെ സിമ്പിൾ ചാപ്റ്ററാണെന്ന് വിചാരിച്ചുള്ളത് ഞാൻ നോക്കിയപ്പോൾ പല ആൾക്കാരോട് പറഞ്ഞ കാര്യമാണ്. ഈ ചാപ്റ്റർ വളരെ എളുപ്പമാണ്. ഞങ്ങളോട് ചോദിച്ച ചോദ്യം, നിങ്ങൾ പഠിച്ച നോട്ടൊന്ന് കാണിച്ചു തരാൻ പറഞ്ഞപ്പോൾ എല്ലാവരും നോട്ട് നോക്കിയപ്പം ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പല സ്കൂളുകളായിക്കോട്ടെ മറ്റാരായിക്കോട്ടെ എല്ലാവരും ഏറ്റവും സിമ്പിളായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ചോദ്യം മാത്രമേ പറഞ്ഞു കൊടുത്തൊരു ചാപ്റ്ററാണ് ഈ ഒരു അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം തോന്നിയേക്കാം, പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇന്ന് പ്ലസ് ടുവിലുള്ളത് വെച്ച് ഏറ്റവും ടഫ് ചാപ്റ്റർ ഏതാണെന്ന് വെച്ച് ഞാൻ പറയും, അല്ലെങ്കിൽ ഏറ്റവും ടഫ് എന്ന് പറയുന്നില്ല, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ചാപ്റ്ററിൻ്റെ പേരേ പറയുള്ളൂ. അതൊരിക്കലും ഇൻറ്റഗ്രേഷനോ മറ്റു ഡിഫറൻസിയേഷനോ ഒന്നുമല്ല, അത് അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സോ മാത്രമാണ്. കാരണം അത് ഈ ടോപ്പിക്കിന് അതിന് കാരണത്തിലേ ഉള്ളൂ. അതിലെ ഈ ഒരു ചാപ്റ്ററിൽ ഓരോ ടോപ്പിക്കും അത്രയും രസമാണ്. അതിനേക്കാൾ ചെയ്യാൻ കുറച്ച് നല്ലൊരു ഐഡിയ ഉണ്ടായിരിക്കണം. എന്താണ് കൺസെപ്റ്റ് എന്ന് അറിയുന്നവന് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ പ്ലസ് ടു ഉണ്ടോ അതായിരിക്കും. ഇൻറ്റഗ്രേഷൻ ഒന്നും അങ്ങനെയല്ല, ഒരു ഫോർമുല പഠിക്കുക, കറസ്പോണ്ടിങ് ആയിട്ട് ചെയ്ത് പോവുക, അത്രയേ ഉള്ളൂ ഇൻറ്റഗ്രേഷൻ. ഡിഫറൻസിയേഷനും ചെയിൻ റൂൾ പഠിക്കുക, ചെയ്ത് പോവുക. പക്ഷെ അപ്ലിക്കേഷനും ഡെറിവേറ്റീവ്സ് അങ്ങനെ നടക്കൂല. മറ്റേത് ചാപ്റ്റർ ആയിക്കോട്ടെ, മാട്രിക്സ്, ഡിറ്റർമിനൻസ്, ഫോർമുല പഠിക്കുക, ചെയ്യുക. പിന്നെ നമ്മൾ കാൽക്കുലസിലേക്ക് പിന്നെ കുറച്ചും കൂടി ടഫ് ഉള്ളതാണ് കാൽക്കുലസ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സും ഡിഫറൻഷ്യൽ ഇക്വേഷനും നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയുന്ന ആളുണ്ടോ അവൻ നല്ല കാൽക്കുലസും നല്ല ബുദ്ധിയുള്ള ഒരാളായിരിക്കും. കാൽക്കുലസ് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കും അവൻ ഉറപ്പായിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഇത് രണ്ട് ചെയ്യാൻ അറിയില്ലേ, ഞാൻ ഇന്ന് ചെയ്തു തരുന്ന ഓരോ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ അറിയില്ലേ, ഉറപ്പിച്ചോ നിങ്ങൾ ഈ ചാപ്റ്ററിനെ കുറിച്ച് ഒന്നും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പറഞ്ഞു നിൽക്കാതെ ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളിലേക്കും, ചാപ്റ്ററിൽ ഞാൻ പറയുന്നതിന് പഠിച്ചാൽ മതി, അതേ നമ്മുടെ എക്സാമിന് ചോദിക്കുള്ളൂ, എന്നാൽ ഈ ചാപ്റ്ററിൽ ഇത്രയൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾ മിനിമം ഒന്ന് മനസ്സിലാക്കി വെക്കണം. അത് നല്ലതാണ്. ഓക്കെയാണ്. അപ്പോൾ നമുക്ക് പറഞ്ഞു നിൽക്കാതെ കാര്യത്തിലേക്ക് കടക്കാം. ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സും. അപ്പം അതിൽ ആദ്യ ടോപ്പിക്കാണ് റേറ്റ് ഓഫ് ചേഞ്ച്. നമ്മൾ ഇത്ര കാലം എന്തിനെ കുറിച്ചായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്? y=f(x) എന്ന് പറയുന്ന ഓരോ ഫംഗ്ഷനെ കുറിച്ചല്ലേ. എൻ്റെ ഓരോ ക്ലാസ് കഴിയുമ്പോഴും നിങ്ങൾക്ക് ഈ ഫംഗ്ഷനെ കുറിച്ചായിട്ടുണ്ടാവും. ഞാൻ എപ്പോഴും എന്താ പറയുക, y=f(x) എന്ന് പറയുന്ന ഫംഗ്ഷനെ കുറിച്ചാണ്. ഇയാളുടെ ഡെറിവേറ്റീവ് നമ്മൾ എങ്ങനെയാ സൂചിപ്പിക്കുക? y=f(x)ന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ dy/dx എന്നല്ലേ അർത്ഥം. y=f(x) എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനായ ഡെറിവേറ്റീവ് കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ കാണുക? dy/dx അല്ലേ കാണുക. ഈ ചാപ്റ്ററിൽ ആ dy/dx നമ്മൾ പുതിയൊരു പേരിട്ട് വിളിക്കുന്നു. അതിന്റെ പേരാണ് റേറ്റ് ഓഫ് ചേഞ്ച്. പിന്നെ എനിക്കൊരു കാര്യം കൂടി, ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾ അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് പഠിക്കുന്നുണ്ടോ? 3 ടോപ്പിക്കൊന്നും ഓരോ ക്വസ്റ്റ്യൻ വീതം ഉറപ്പായിട്ട് എക്സാമിന് ഉണ്ടായിരിക്കും. അത് 100% ഗ്യാരണ്ടി. റേറ്റ് ഓഫ് ചേഞ്ച് ഉണ്ടായിരിക്കും, ഇൻക്രീസിങ് ഡിക്രീസിങ് ടോപ്പിക് ഉണ്ടായിരിക്കും, മാക്സിമ മിനിമയിൽ ഉണ്ടായിരിക്കും. ഉറപ്പിച്ചോ, ഉറപ്പാണ്, 100% ഗ്യാരണ്ടിയാണ് ഓരോ ക്വസ്റ്റ്യൻ. അപ്പോൾ ഓരോ ടോപ്പിക്കും അത്രയും ഇമ്പോർട്ടൻ്റ് ഒരു ചാപ്റ്റർ ഉണ്ടെങ്കിൽ അത് മാത്രമായിരിക്കും. മനസ്സിലാക്കിയോ? സോ y=f(x)ന്റെ ഡെറിവേറ്റീവ് നമ്മൾ എന്താ സൂചിപ്പിക്കുക? dy/dx അല്ലേ. ഈ ചാപ്റ്ററിൽ നമ്മൾ അതിനെ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് വിളിക്കും. എന്താണ് അർത്ഥം? ഈ dy/dx എന്ന് പറയുമ്പം നമ്മൾ എന്താ പറയുക, സാധാരണ ഡെറിവേറ്റീവ് എന്നല്ലേ പറയാ. ഇതിന് സ്പെസിഫിക് ആയിട്ട് കൃത്യമായിട്ടുള്ള അർത്ഥമുണ്ട്. അതിങ്ങനെയാണ്. നമ്മൾ സാധാരണ ഫിസിക്സിലൊക്കെ കഴിഞ്ഞ പോലെ എന്താ ഡെൽറ്റ ഡി എന്നൊക്കെ, ഡെൽറ്റ എക്സ് അല്ലെങ്കിൽ ഡി എക്സ് എന്നൊക്കെ എന്താ സൂചിപ്പിക്കുന്നത്? ആ ചേഞ്ച് എന്തോ ഒരു സാധനത്തിന്റെ ചേഞ്ച് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സൂചിപ്പിക്കുന്നത്. ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചേഞ്ച് ആണെങ്കിൽ അതിന്റെ ഡെൽറ്റയും, ഏറ്റവും മൈന്യൂട്ട് ആയിട്ടുള്ള ചേഞ്ച് ആണെങ്കിൽ അതിനെ എന്ത് വിളിക്കും? ഡി എന്ന് പറയുന്ന അക്ഷരം കൊണ്ടല്ലേ സൂചിപ്പിച്ചത്. അപ്പം അതേ കൺസെപ്റ്റ് നമ്മൾ ഇവിടെ എടുത്തിട്ടാണ്. dy/dx എന്ന് പറയുമ്പോൾ ഇനി മുതൽ ഈ ചാപ്റ്റർ പഠിക്കുന്ന നിങ്ങൾ പറയേണ്ടത് ഡെറിവേറ്റീവ് എന്നല്ല. ഞാൻ നിങ്ങളോട് dy/dx പറയണ്ടോ, നിങ്ങൾ എന്നോട് എന്ത് പറയണം? ആ ചേഞ്ച് ഇൻ y, ഏതോ ഒരാളുടെ ചേഞ്ച്, y എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ എക്സ് മാറുന്നതിനനുസരിച്ച് y ഉണ്ടാവുന്ന ചേഞ്ച്. അപ്പൊ dy/dt ആണെങ്കിലോ, dy/dt ആണെങ്കിൽ അതിന് നിങ്ങൾ എന്താ പറയുക? dy/dt ആ ചേഞ്ച് ഇൻ y വിത്ത് റെസ്പെക്ട് ടു എക്സ്, ടി മാറുന്നതിനനുസരിച്ച് y എന്ന് പറയുന്ന ആളുണ്ടാവുന്ന ചേഞ്ച് നമ്മൾ ഫിസിക്സിലൊക്കെ പഠിക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ കുറെ ഫോർമുലാസ് ഒക്കെ പഠിക്കാറുണ്ട്. എന്താണ് ഇപ്പൊ നമ്മൾ എഴുതുകയാണെങ്കിൽ എക്സാമ്പിൾ ആയിട്ട്
നമുക്കറിയാം ആക്സിലറേഷൻ എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, അതെന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയല്ല അതിന് ഇക്വേഷൻ പറയാ dv/dt. നമ്മൾ എന്താ പറയാറ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്നല്ലേ പറയാറ്. അതിനർത്ഥം എന്താണ്? ടൈം ഇങ്ങനെ മാറുന്നതിനനുസരിച്ച് വെലോസിറ്റിയിലുള്ള ചേഞ്ചിനെയാണ് നമ്മൾ എന്താ പറയാ ആക്സിലറേഷൻ എന്ന് പറയാ. അതിനർത്ഥം എന്താ, നമ്മളെ മാത്സിലേക്ക് വരുമ്പോൾ നമ്മൾ എന്താ പറയാ? ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം. ഇനി വേറൊരു എക്സാമ്പിൾ ആണ് വെലോസിറ്റി എന്ന് പറയുന്നത്. വെലോസിറ്റി നമ്മൾ എന്താ പറയാ? ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം എന്നല്ലേ പറയാ. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാലും ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ്, എസ് എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ബേസിക്കലി വെലോസിറ്റി. അഥവാ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? എന്തോ ഒരു സാധനത്തിലുള്ള ഏതോ ഒരു ഫംഗ്ഷനിലുള്ള ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു മറ്റേതോ ഒരു വേരിയബിൾ. ഓക്കെ, അപ്പം y എന്ന് പറയുന്ന ഒരാളുടെ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു എക്സ്, ഇതിനാണ് നമ്മൾ dy/dx എന്ന് പറയാ. അപ്പൊ ഈ ചാപ്റ്ററിൽ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് കേട്ടോ നിങ്ങളെ മനസ്സിലേക്ക് ഡെറിവേറ്റീവ് എന്ന് ഓർമ്മ വരണം, ഡെറിവേറ്റീവ് എന്ന് കേട്ടോ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് ഓർമ്മ വരണം. ഈ രണ്ട് കാര്യങ്ങൾ ഓർമ്മ നിലയിൽ പോയി. എന്താ പറഞ്ഞത്? റേറ്റ് ഓഫ് ചേഞ്ച് ഡെറിവേറ്റീവ് റേറ്റ് ഓഫ് ചേഞ്ച്. അപ്പം dy/dx is considered as the rate of change of y with respect to change in x. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഇനി നമുക്ക് കുറച്ച് ടൈപ്പ് ഓഫ് റേറ്റ് ഓഫ് ചേഞ്ച് പഠിക്കാം. റേറ്റ് ഓഫ് ചേഞ്ചിനെ നമ്മൾ മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്യാൻ പോകും. ഒന്നാമതാണ് പോസിറ്റീവ് റേറ്റ് ഓഫ് ചേഞ്ച്. അതായത് ഞാൻ ഇവിടെ എഴുതിക്കൊണ്ട് കൃത്യമായിട്ട് നോക്കിട്ടോ. dy/dx ഗ്രേറ്റർ ദാൻ 0. ഞാൻ നിങ്ങളോട് ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ. dy/dx ഡെറിവേറ്റീവ് പോസിറ്റീവ് മീൻസ് റേറ്റ് ഓഫ് ചേഞ്ച് പോസിറ്റീവ്, ഡെറിവേറ്റീവ് റേറ്റ് ഓഫ് ചേഞ്ച് ഡെറിവേറ്റീവ്. അപ്പൊ ഡെറിവേറ്റീവ് പോസിറ്റീവ് ആവാം എന്ന് പറയുമ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് പോസിറ്റീവ് ആവാം, ഡെറിവേറ്റീവ് നെഗറ്റീവ് ആവാം എന്ന് പറയുമ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് നെഗറ്റീവ് ആവാം, ഡെറിവേറ്റീവ് 0 ആവാം എന്ന് പറയുമ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് എന്താണ്? 0 ആവാം. ഇങ്ങനെ മൂന്നെണ്ണാക്കി ക്ലാസിഫൈ ചെയ്തൂടെ? ഇത്രയേ ഉള്ളൂ. എന്താണ് ഒരാൾ നിങ്ങളോട് പറയാണ് റേറ്റ് ഓഫ് ചേഞ്ച് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കാൻ എന്തായിരുന്നു റേറ്റ് ഓഫ് ചേഞ്ച്? വൈയുടെ മാറ്റം ആര് മാറുന്നതിനനുസരിച്ച്, എക്സ് ഇങ്ങനെ മാറുന്നതിനനുസരിച്ച് വൈയിലുള്ള മാറ്റമാണ് റേറ്റ് ഓഫ് ചേഞ്ച്. അപ്പൊ റേറ്റ് ഓഫ് ചേഞ്ച് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വൈ എക്സ് ഇങ്ങനെ മാറുന്നതിനനുസരിച്ച്, എക്സ് ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് വൈ ഇങ്ങനെ കൂടി പോവാ. വൈയുടെ വാല്യൂ എക്സിലെ വൈയിലെ വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എക്സ് ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് വൈയുടെ വാല്യൂ ഇങ്ങനെ കൂടി പോവുകയാണെങ്കിൽ, വൈയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ ബേസിക്കലി ഫംഗ്ഷന്റെ വാല്യൂ, അതായത് എക്സ് ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് ഫംഗ്ഷന്റെ വാല്യൂ കൂടി പോവുകയാണെങ്കിൽ അവിടെ അതിന്റെ അർത്ഥം എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് പോസിറ്റീവ് ആണല്ലേ. നമുക്ക് തന്നെ വെറുതെ ഗ്രാഫിക്കലി ഒന്ന് റെപ്രസെന്റ് ചെയ്ത് നോക്കാം. ഗ്രാഫ് ഒന്നും NCERT നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇങ്ങനെ കാണിച്ചിരുന്നേ ഉള്ളൂ. സോ ഇത് എക്സ് ആക്സിസ് ആണ്, ഇത് ഒറിജിൻ ആണ്, ഇതെന്റെ y ആക്സിസ് ആണ്. ഓക്കെ ആണ്. അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്? റേറ്റ് ഓഫ് ചേഞ്ച് പോസിറ്റീവ് എന്ന് പറയുമ്പോൾ എക്സ് ഇങ്ങനെ കൂടുന്നത്, എക്സ് വാല്യൂ ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് y വാല്യൂ ഇങ്ങനെ കൂടി പോവുക. അഥവാ ചേഞ്ച് ഇൻ y വിത്ത് റെസ്പെക്ട് ടു എക്സ് പോസിറ്റീവ് ആവുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ എക്സ് ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് വൈ ഇങ്ങനെ കൂടി പോകുന്ന ഒരു ഗ്രാഫ് നമുക്ക് കിട്ടുമല്ലേ? എക്സ് ഇങ്ങനെ കൂടുന്നുണ്ട്, വൈ ഇങ്ങനെ കൂടി പോകുന്നുണ്ട്. അപ്പൊ ഇതിനർത്ഥം എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളുടെ ഗ്രാഫാണ് നമ്മളോട് വെറുതെ കാണിച്ചിട്ടുള്ളത്. ഈ ചാപ്റ്റർ പ്രത്യേകത, ഈ ചാപ്റ്റർ നന്നായിട്ട് ഗ്രാഫ് വെച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, അതുകൊണ്ട് ഗ്രാഫ് എല്ലാത്തിനും വരച്ചിരുന്നത്. ഇനി റേറ്റ് ഓഫ് അവിടെ എഴുതിയിട്ടുണ്ട് y increases as x increases. x കൂടുന്നതിനനുസരിച്ച് y കൂടുന്നു, അതാണ് റേറ്റ് ഓഫ് ചേഞ്ച് പോസിറ്റീവ്. സോ റേറ്റ് ഓഫ് ചേഞ്ച് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തായിരിക്കും? y ഇങ്ങനെ കൂടുന്നുണ്ട്, കറസ്പോണ്ടിങ് ആയിട്ട് x കുറയുന്നുണ്ട്, എക്സിന്റെ വാല്യൂ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോറി, എക്സ് എപ്പോഴും കൂടും, എക്സ് ഡൊമൈനാണ്, നമ്മുടെ ഡൊമൈനിന്റെ വാല്യൂ എക്സ് എന്ന് പറയാ. എക്സ് ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് y ഇങ്ങനെ കുറഞ്ഞു വരികയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് നെഗറ്റീവ്. വേണമെങ്കിൽ നമുക്ക് ഗ്രാഫിക്കലി നമുക്ക് എന്ത് ചെയ്യാം? പല രീതിയിൽ പല ആൾക്കാർ കാണിക്കാറുണ്ട്. ഞാൻ എളുപ്പത്തിൽ എന്താ ഇവിടുന്ന് ഇങ്ങനെ എക്സ് ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് വൈ ഇങ്ങനെ കുറഞ്ഞു വരുന്ന ഒരു ഗ്രാഫ് കാണിച്ചിട്ടുണ്ട്. എക്സ് നമ്മൾ ഈ ലെഫ്റ്റിനോട്ട് പോവാ, എക്സ് ഇങ്ങനെ കൂടി പോകുന്നു, കറസ്പോണ്ടിങ് വൈയുടെ വാല്യൂ കുറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് കാണാലോ. ഇതാണ് റേറ്റ് ഓഫ് ചേഞ്ച് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ. അപ്പൊ റേറ്റ് ഓഫ് ചേഞ്ച് 0 ആണെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എക്സ് ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് വൈയിൽ ഒരു മാറ്റമില്ല, മൊത്തം വൈനെ വെച്ചിട്ടാ പറയട്ടോ. എക്സ് അവിടെ വേരിയബിൾ ആണ്, അയാൾ എപ്പോഴും കൂടി പോകുന്ന ഒരാളാണ്. വൈയുടെ മാറ്റത്തെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ സൂചിപ്പിക്കുക. വൈയുടെ മാറ്റമാണ് നമ്മൾ നോക്കട്ടെ. y എന്ന് പറയുമ്പോൾ നമ്മുടെ ഫംഗ്ഷന്റെ മാറ്റത്തെ കുറിച്ചാണ് റേറ്റ് ഓഫ് ചേഞ്ച് നമ്മൾ ചർച്ച ചെയ്യുക. ഓക്കെ ആണ്.
സോ ഇതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എന്തായിരിക്കും? എന്താണ് അപ്പം റേറ്റ് ഓഫ് ചേഞ്ച് 0 ആണെന്ന് പറഞ്ഞാൽ അർത്ഥം റേറ്റ് ഓഫ് ചേഞ്ച് ഒരാൾ 0 എന്ന് പറഞ്ഞോ നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? എക്സ് ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് വൈക്ക് ഒരു മാറ്റമില്ല. അപ്പൊ നമുക്ക് ഗ്രാഫ് ജനറലി എങ്ങനെ വരക്കാം? ജസ്റ്റ് ഇതാ എക്സ് ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് വൈക്ക് ഒരു മാറ്റം ഇല്ലെങ്കിൽ ഗ്രാഫ് ഇങ്ങനെ ഉണ്ടായിരിക്കും. സംഭവിച്ചല്ലോ. സോ ഇതാണ് റേറ്റ് ഓഫ് ചേഞ്ച്. നിങ്ങൾക്ക് എങ്ങനെയാണ് മറ്റുള്ളവർ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇതാണ് റേറ്റ് ഓഫ് ചേഞ്ച്. മനസ്സിലായാലോ? ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷനൊക്കെ ഒന്നും പോകുന്നില്ല, കാരണം നമ്മൾ എക്സാം എടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ടോപ്പിക്കൊന്നും നിങ്ങൾ തലയിൽ കയറില്ലെങ്കിലും ഐഡിയ മനസ്സിലാക്കുക. റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുമ്പോൾ ഡെറിവേറ്റീവ് എന്നെങ്കിലും മിനിമം ആലോചിച്ച് വെക്കുക. അല്ലെങ്കിൽ ഇത്ര ആലോചിച്ചാൽ മതി. റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുമ്പോൾ dy/dx എന്ന് പറയുമ്പോൾ y ചേഞ്ച് ഇൻ y വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ x എന്ന് ആലോചിച്ച് വെച്ചാൽ മതി. വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞു അത് പഠിച്ചാൽ മതി. വേഗം ക്വസ്റ്റ്യനിലേക്ക് പോകും. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എക്സാമിന് ഈ ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ടും ചോദിച്ചിരിക്കും. നമ്മുടെ ബോർഡ് എക്സാം ആണോ കേരളാണോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ കാണും. ഓക്കെ ആണ്. ഈ ചാപ്റ്ററിൽ ഞാൻ ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ ഇതാ അത് എക്സാമിന് ചോദിക്കുകയും ചെയ്യും. അപ്പം ഇമ്പോർട്ടൻറ്റ് മാർക്ക് ചെയ്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതി വെക്കുക. ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയിരിക്കും. വായിച്ച് തീരാൻ തന്നെ കുറേ ടൈം എടുക്കും. നമ്മൾ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ പേടിക്കും. ഇനി നമ്മൾ പേടിക്കില്ല, കാരണം എന്താ, നമുക്ക് കൺസെപ്റ്റ് അറിയാം, നമുക്ക് ഒരു പേടിയില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. നിങ്ങൾ പഠിച്ചു വന്നൊരു ചാപ്റ്റർ ഇതാണ്, ഈ ചാപ്റ്റർ നിങ്ങളൊന്ന് മനസ്സിലാക്കി കൊടുത്തേക്ക്. ഓക്കെയാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ. അവിടെ അങ്ങനെ അടിവരട. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദ ഏരിയ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴേ അടിവരട. ഫൈൻഡ് എന്താ കാണുന്നത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദ ഏരിയ ഓഫ് ദ സർക്കിൾ. അതും അടിവരട. സർക്കിള് വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് റേഡിയസ് ആണ്. ഇത്രയും അടിവരട്ട് വെക്കുക. ക്വസ്റ്റ്യൻ വായിച്ചു. ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദ ഏരിയ ഓഫ് ദ സർക്കിള് വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് റേഡിയസ്. അപ്പൊ എന്താ കാണേണ്ടത്? റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. ആരുടെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് കാണേണ്ടത്? ഏരിയയുടെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. വിത്ത് റെസ്പെക്ട് ടു ആരാണ്? റേഡിയസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. നേരത്തെ നമ്മൾ പറഞ്ഞു എന്താ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സിനെ നമ്മൾ എങ്ങനെയാണ് സൂചിപ്പിച്ചത്? dy/dx. അപ്പൊ നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു ആർ എങ്ങനെയായിരിക്കും സൂചിപ്പിക്കുക? dA/dr. ഇത് എഴുതാൻ പഠിച്ചാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. എന്താ പറഞ്ഞത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y, ചേഞ്ച് ഇൻ y വിത്ത് റെസ്പെക്ട് ടു x dy/dx ആണെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ dA വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് dA/dr. മനസ്സിലായല്ലോ? ഇത് എഴുതാൻ പഠിച്ചാൽ നിങ്ങൾ ജയിച്ചിലായി. ഇനി നമുക്ക് ആദ്യം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ഓഫ് ദ സർക്കിൾ അല്ലേ? അപ്പൊ നമുക്ക് സർക്കിളിന്റെ ഏരിയയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ അല്ലേ? ആദ്യത്തെ ഹെഡിങ് ഇങ്ങനെ എഴുതി കൊടുക്കുക. ഏരിയ ഓഫ് സർക്കിൾ എന്നുള്ളതായിരിക്കണം നിങ്ങൾ ആദ്യത്തെ പോയിന്റ് ആയിട്ട് എഴുതേണ്ടത്. ഏരിയ ഓഫ് സർക്കിൾ ഈക്വൽ ടു ആ സർക്കിളിന്റെ ഏരിയയുടെ ഇക്വേഷൻ πr² എന്ന് പറഞ്ഞാൽ ചെറിയൊരു പെട്ടിയിൽ അങ്ങോട്ട് കൊടുക്കാം. ടീച്ചർ അങ്ങോട്ട് കണ്ടോട്ടെ. ഇതാണ്, ഇതിനെ കുറിച്ച് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ എന്തായാലും പഠിക്കണം കേട്ടോ. ഇതൊന്നുമല്ല, ഇതൊക്കെ എല്ലാവർക്കും അറിയുണ്ടാവും. ഇനി കുറച്ചും കൂടി കഴിയുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഫോർമുല എഴുതി വരും. സോ ഏരിയ ഓഫ് സർക്കിളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ആദ്യം ഏരിയ ഓഫ് സർക്കിൾ എഴുതി വെച്ചു. നമുക്ക് എന്താ കാണേണ്ടത്? dA/dr ആണല്ലോ കാണേണ്ടത്. സോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് അല്ലേ കാണേണ്ടത്? എന്ന് പറയുമ്പോൾ ബേസിക്കലി ആരാണ് കാണേണ്ടത്? dA/dr അല്ലേ കാണേണ്ടത്? മനസ്സിലായല്ലോ? dA/dr കാണേണ്ടത്. അപ്പൊ എങ്ങനെ കാണുന്നുള്ള പ്രൊസീജിയറിലേക്ക് ശ്രദ്ധിച്ചോ. ഈക്വൽ ടു d/dr അവിടെ തന്നെ വെക്കുക. ഇനി നമുക്ക് ആരുടെ ഏരിയയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണോ? സർക്കിളിന്റെ ഏരിയ അല്ലേ? സോ ഏരിയക്ക് പകരം നമുക്ക് ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഈ പറഞ്ഞ πr² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി മൊത്തം ഡിഫറൻസിയേഷൻ കൊണ്ട് ഏറി കളിയാണ്. കഴിഞ്ഞ ചാപ്റ്റർ കാണാതെ കണ്ടിട്ട് വരിക. ഓക്കെ ആണ്. πr² എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം? വിത്ത് റെസ്പെക്ട് ടു ആർ ആണ്. കൃത്യമായി ശ്രദ്ധിക്കണം. പൈ കോൺസ്റ്റന്റ് അയാളെ പുറത്ത് വെച്ചു. r² വിത്ത് റെസ്പെക്ട് ടു ആർ ഡിഫറൻഷിയേറ്റ് ചെയ്യൽ എങ്ങനെയാണ്? 2r ആണ്. നിങ്ങൾ പഠിച്ച x² ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x എന്താണ്? 2x ആണെങ്കിൽ r² വിത്ത് റെസ്പെക്ട് ടു r എന്തായിരിക്കും? 2r ആയിരിക്കും. കഴിഞ്ഞ ചാപ്റ്ററിൽ കൃത്യമായിട്ട് പഠിപ്പിച്ച 2πr. ഇപ്പൊ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞു എന്ന് വെച്ചാൽ ഒരു 90% കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ഒരു സെന്റൻസ് കൂടി ഞാൻ ബാക്കി വെച്ചിരുന്നു. വെൻ റേഡിയസ് ഈക്വൽ ടു 3 സെന്റിമീറ്റർ. അത് നിങ്ങൾ എപ്പോഴും ലാസ്റ്റ് തന്നെ ചെയ്താൽ മതി. എല്ലാ പരിപാടി കഴിഞ്ഞാല് നിങ്ങൾ തന്നിരിക്കുന്ന ഒരു ആറുണ്ടായിരിക്കുമല്ലോ, ആ ആറിനെടുത്ത് കിട്ടി ഉത്തരത്തിൽ ഇട്ട് കൊടുത്താൽ അവർ ചോദിച്ചതിന് ആൻസർ ആയി. ഇത് ഉദ്ദേശിക്കുന്നത് എത്രേ ഉള്ളൂ? റേഡിയസ് ഇങ്ങനെ 3 സെന്റിമീറ്റർ വെച്ച്, ഒരു സർക്കിളിന്റെ റേഡിയസ് ഇങ്ങനെ 3 സെന്റിമീറ്റർ വെച്ച് മാറുകയാണെങ്കിൽ അതിന്റെ ഏരിയ എത്ര ആയിരിക്കും? എത്ര സെന്റിമീറ്റർ സ്ക്വയർ വെച്ചിട്ടായിരിക്കും മാറുക എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെയെങ്കിൽ നമുക്ക് എഴുതി കൊടുക്കാം. വെൻ നമ്മളോട് ചോദിച്ചത് എന്താണ്? വെൻ
r equal to 3 centimeter. dA therefore dA by dr equal to എന്തായിരിക്കോടാ 2π into ആറിന്റെ പകരം നമുക്ക് 3 കൊടുത്തൂടെ എന്ന് പറയുമ്പോൾ എന്താ ആൻസർ 6πr ആണ്. ഇതായിരിക്കും 6π ആയിരിക്കും ആറിന് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തല്ലോ 6π ആയിരിക്കും ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. സോ ഇതാണ് ഇത് ചെയ്തു വരേണ്ട ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണത്തിന്റെ യൂണിറ്റ് ആയിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് റേറ്റ് ഓഫ് ചേഞ്ച് ചോദിച്ചുകൊണ്ട് തന്നെ സെന്റിമീറ്റർ പെർ സെക്കൻഡ് എന്നുള്ള രീതിയിൽ ഇതിന്റെ യൂണിറ്റ് എഴുതാവുന്നതാണ്. ആരെങ്കിലും എഴുതേണ്ട ജസ്റ്റ് ഇങ്ങനെ ഇട്ടാൽ മതി. സോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ അതാണ് dA by dr with respect to radius. dA by dr ഏരിയ ഓഫ് സർക്കിൾ ആയതുകൊണ്ട് ഏരിയയുടെ പകരം πr² ഡിഫറൻഷിയേറ്റ് ചെയ്ത് വെക്കുക. ലാസ്റ്റ് വൺ സെന്റൻസിൽ ഇട്ട് കൊടുത്താൽ ആൻസർ ആയി. ഒരു ക്വസ്റ്റ്യൻ കുറച്ചും കൂടി ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഐഡിയ കിട്ടും. ഓക്കെ ആണ്. സോ വേഗം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ് നിങ്ങൾക്ക് ആദ്യം ചെയ്തിരുന്നത് അത് തന്നെ പഠിച്ചോട്ടെ വിചാരിച്ചിട്ട്. സോ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, ഇതും പഠിക്കണം നിങ്ങൾ. ഓക്കെ ആണേ. അപ്പം റേഡിയസ് ഓഫ് എ സർക്കിൾ ഈസ് ഇൻക്രീസിങ് യൂണിഫോംലി. ഒരു സർക്കിളിന്റെ റേഡിയസ് ഇങ്ങനെ യൂണിഫോംലി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അറ്റ് ദ റേറ്റ് ഓഫ് ഒരു റേറ്റിൽ, അതായത് ഒരു വേഗതയിൽ എത്രയാണ്? അറ്റ് ദ റേറ്റ് ഓഫ് 3 സെന്റിമീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് എന്താണെന്നുള്ളത് റേഡിയസിന്റെ റേഡിയസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന റേറ്റ്. അതായത് ഒരു സർക്കിളിന്റെ റേഡിയസ് ഒരു സെക്കൻഡിൽ 3 സെന്റിമീറ്റർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെയെങ്കിൽ അങ്ങനെ റേഡിയസ് കൂടുമ്പോൾ ഉറപ്പായിട്ട് ഏരിയ കൂടുതൽ. റേഡിയസ് ഒരു സർക്കിൾ നിങ്ങൾ ഇമേജ് ചെയ്യാം, ഇങ്ങനെ റേഡിയസ് 3 സെന്റിമീറ്റർ ഓരോ സെക്കൻഡിൽ കൂടും. അപ്പൊ റേഡിയസ് ഇങ്ങനെ കൂടി വരില്ലേ? ഫൈൻഡ് ദ റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഇറ്റ്സ് ഏരിയ വെൻ ദ റേഡിയസ് ഇസ് 10 സെന്റിമീറ്റർ. അത് അവിടെ നമുക്ക് കാര്യത്തിൽ ലാസ്റ്റ് ഇട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പൊ ഫൈൻഡ് ദ റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഇറ്റ്സ് ഏരിയ. ഏരിയയുടെ ഇൻക്രീസ് അല്ലേ കാണേണ്ടത്. അപ്പൊ ആരുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്തു? ഏരിയ ഓഫ് സർക്കിളുമായിട്ടുള്ള, കാരണം സർക്കിളിന്റെ കാര്യം അവിടെ പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം എഴുതി കൊടുക്കുക ഏരിയ ഓഫ് സർക്കിൾ ഈക്വൽ ടു എന്താണ്? πr² ആണ്. അത് വേഗം ഒരു പെട്ടിയിൽ അങ്ങ് ഇട്ട് കൊടുക്കുക. മനസ്സിലായല്ലോ? അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം. അതൊക്കെ ആയാൽ വേഗം അടുത്ത സ്റ്റെപ്പിലേക്ക് ഇറക്കാം. നമുക്ക് തന്നിട്ടുണ്ട് എന്ത്? അവിടുത്തെ ആ സർക്കിളിന്റെ റേഡിയസിലുള്ള റേറ്റ് ഓഫ് ചേഞ്ച്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഗിവൺ എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതേണ്ട എന്താണ്? ഓൾറെഡി നമുക്ക് ഒരു കാര്യം തന്നിട്ടുണ്ട്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റേഡിയസ് അഥവാ റേഡിയസിലുള്ള ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം. അതെങ്ങനെ എനിക്ക് മനസ്സിലായ ടൈമാണ്? എടാ യൂണിറ്റിലേക്ക് വെറുതെ ഒന്ന് നോക്കിയാൽ മതി. സെന്റിമീറ്റർ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ 3 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ തന്നിരിക്കുന്നത് എന്തായിരിക്കും? dr by dt ആണ്. സിംപിളി റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് മാത്രം തന്നാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് മാത്രം തന്നാലും അത് ടൈം വിത്ത് റെസ്പെക്ട് ടു ടൈം. നേരത്തെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് റേഡിയസ് കറക്റ്റ് പറഞ്ഞിരുന്നു. ഇവിടെ ജസ്റ്റ് റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് മാത്രം പറഞ്ഞുള്ളൂ, അത് വിത്ത് റെസ്പെക്ട് ടു ടൈം ആയിരിക്കും. അപ്പം യൂണിഫോംലി അറ്റ് ദ റേറ്റ് ഓഫ് എന്ന് മാത്രം പറഞ്ഞുള്ളൂ, അപ്പൊ ഉറപ്പായി വിത്ത് റെസ്പെക്ട് ടു ടൈം ആയിരിക്കും. അപ്പൊ ഒരു സർക്കിളിന്റെ റേഡിയസ് വിത്ത് റെസ്പെക്ട് ടു ടൈം ചേഞ്ച് ചെയ്യുന്നത് എത്രയാണെന്ന് തന്നിട്ടുണ്ട് അവര്? 3 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ നിങ്ങൾ വെറുതെ യൂണിറ്റിലേക്ക് ഒന്ന് വെറുതെ നോക്കണം കേട്ടോ. സെന്റിമീറ്റർ പെർ സെക്കൻഡ് മീൻസ് dr by dt. ആറിന്റെ യൂണിറ്റ് സെന്റിമീറ്റർ, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്, അങ്ങനെ നമ്മൾ പറയാ. നമ്മളോട് എന്താ കാണാൻ പറഞ്ഞുള്ളത്? dA by dt ആണ് കാണാൻ പറഞ്ഞുള്ളത്. നോക്കിയേ, നിങ്ങൾ നോക്കിയൊക്കെ ഫൈൻഡ് ദ റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഇറ്റ്സ് ഏരിയ. വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഏരിയയുടെ ഇൻക്രീസ് ഓഫ് ഏരിയയുടെ ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞുള്ളത്. എന്ന് പറയുമ്പോൾ dA by dt. ഞാൻ പറഞ്ഞു വെറുതെ പറഞ്ഞാൽ എന്താ? വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് അർത്ഥം. അപ്പൊ നമ്മൾ നോക്കി നോക്കാം. നമുക്ക് കണ്ടുപിടിക്കാം. dA by dt അല്ലേടാ കണ്ടുപിടിക്കേണ്ടത്. അതെന്ന് പറയുമ്പോൾ d by dt ഓഫ് ഏരിയ എന്താ ഇവിടെ? πr² അല്ലേ? നേരത്തെ ചെയ്ത സെയിം സ്റ്റെപ്പ് ആണ്. ഇവിടെ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് ചെയ്യേണ്ടത്. അപ്പൊ പൈ കോൺസ്റ്റന്റ് പുറത്ത് വെച്ചു. r² എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക? r² വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്, t ആണ്. r² ചെയ്യുമ്പോൾ 2r എന്ന് കിട്ടും. പക്ഷേ കഴിഞ്ഞിട്ടില്ല, കാരണം വിത്ത് റെസ്പെക്ട് ടു ടൈം ആയതുകൊണ്ട് ഇവിടെ ശരിക്കും πt² എന്നാ വരേണ്ടിയിരുന്നത് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണെങ്കിൽ. പക്ഷെ ടി ഇരിക്കേണ്ട സ്ഥലത്ത് r ഇരുന്നുകൊണ്ട് അയാളൊന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അതാണ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത്. ഇതൊക്കെ ചെയ്യാൻ മറക്കുന്നതുകൊണ്ടാണ് ഈ ചാപ്റ്റർ ഡിഫിക്കൽട്ട് ആയത്. മനസ്സിലായല്ലോ? അപ്പൊ dr by dt. അപ്പം ആറിന് ഒന്നും കൂടി വിത്ത് റെസ്പെക്ട് ടു d ചെയ്യണം. അതാണ് dr by dt. അത് ചെയ്യാൻ മറക്കരുത്. ചെയിൻ റൂൾ എന്നാണ് ഈ റൂളിനെ പറയാൻ അറിയാത്തവർ എഴുതി വെച്ചോ. കഴിഞ്ഞ ചാപ്റ്റർ കാണാത്തവരുടെ പോയി കാണാം. സോ ഈ 2πr അതുപോലെ തന്നെ വെക്കുക. dr by dt ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പൊ into 3 എന്ന് പറയുമ്പോൾ ഇത് എത്രയാണ്? 6πr ആയി ആൻസർ. കഴിഞ്ഞ
പറഞ്ഞിട്ടില്ല ഒരു അവരെന്ത് കൂടി പറഞ്ഞിട്ടുണ്ട് വെൻ ദ റേഡിയസ് ഈസ് 10 സെന്റിമീറ്റർ. അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക വെൻ ആർ ഈക്വൽ ടു 10 സെന്റിമീറ്റർ ആണെങ്കിൽ എന്താ therefore dA/dt എന്തായിരിക്കും ഇവിടെ ഇട്ട് കൊടുത്താൽ മതി 6 പൈ ഇൻറ്റു 10 വിച്ച് ഇസ് ഈക്വൽ ടു 60 പൈ എന്നാണ്. യൂണിറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എഴുതി കൊടുക്കാം സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. ഏരിയ സെന്റിമീറ്റർ സ്ക്വയർ, സെന്റിമീറ്റർ നമ്മുടെ സെന്റിമീറ്റർ സ്ക്വയർ ടൈം ഇൻറ്റു സെക്കൻഡ് ആണ്. സോ ഇതായിരിക്കും ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. എളുപ്പമല്ലേ ചെയ്യാൻ, നമുക്ക് വേഗം ചെയ്യാം. ഇനിയും കുറെ ക്വസ്റ്റ്യൻസ് ഇല്ലാണ്ട് വേഗം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചാൽ മതി. ഓക്കെ ആണ്. സോ നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇതൊരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ഈ വൈകിൽ ചോദിച്ച് കണ്ടിട്ടില്ല, സെൻസിയായിട്ടില്ല, ചോദിക്കാം. ഇക്കൊല്ലം തന്നെ ചോദിച്ചേക്കാം, പറയാനൊന്നും പറ്റൂല. നോക്കാം. എ സ്റ്റോൺ ഈസ് ഡ്രോപ്ഡ് ഇൻടു എ ക്വയറ്റ് ലേക്ക്. ഒരു ലേക്കിലേക്ക് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു കല്ലെടുത്ത് അങ്ങ് എറിയാണ്. അപ്പൊ എന്താ സംഭവിക്കുക നമുക്കറിയാം. കല്ലെടുത്തെറിയുമ്പം അവിടെ എന്ത് ചെയ്യും, അവിടെ ഇങ്ങനെ ഒരു വട്ടമായിട്ട് എന്ത് ചെയ്യും, നമ്മളിങ്ങനെ ഒരു അവിടെയുള്ള വാട്ടർ ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങില്ല, ഒരു വേവ് ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങില്ല നമ്മൾ കല്ലെറിഞ്ഞാല്. അതാണ് ഇവിടെയും പറയുന്നത്. എ സ്റ്റോൺ ഈസ് ഡ്രോപ്ഡ് ഇൻടു എ ക്വയറ്റ് ലേക്ക് ആൻഡ് ദ വേവ്സ് മൂവ് ഇൻ സർക്കിൾസ്. അത് അടിവരായിട്ട് വെക്കുക. സർക്കിൾസ് അറ്റ് സ്പീഡ് ഓഫ് 4 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഞാനൊരു ലേക്കിലേക്ക് വെറുതെ കല്ലെടുത്ത് അങ്ങ് എറിയാണ്. അപ്പൊ അവിടെ ഉണ്ടായിട്ടുള്ള വേവ് അതെങ്ങനെ ഒരു സർക്കുലർ വേവ് ആണ് ഉണ്ടായിരിക്കുക. ആ വേവ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര സ്പീഡിലിടാ, 4 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. വീഡിയോ പോസ് ചെയ്ത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഈ തന്നിരിക്കുന്നത് ഉറപ്പായിട്ട് റേറ്റ് ഓഫ് ചേഞ്ചാ. ഒരാളിങ്ങനെ കൂടിക്കൊണ്ടിരിക്കല്ലേ, അവിടെ സ്പീഡിൽ ഇങ്ങനെ പോകാന്ന് പറയുമ്പോൾ ആ വേവിന്റെ സ്പീഡ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ റേറ്റ് ഓഫ് ചേഞ്ചാ തന്നിട്ടുള്ളത്. ഇത് എന്താണ് ഇവിടെ തന്നിട്ടുള്ളത്, നിങ്ങൾ ഇപ്പൊ തന്നെ ഒന്ന് കമന്റ് ചെയ്തേ. ഈ 4 സെന്റിമീറ്റർ പെർ സെക്കൻഡ് ആര് വിത്ത് റെസ്പെക്ട് ആരുടെ ചേഞ്ച് ആണ് എന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. നമുക്ക് പറയാം. അങ്ങനെ ആ ഒരു വേവ് ഇങ്ങനെ സ്പീഡ്, ആ വേവിന്റെ സ്പീഡ് ഇവിടെ തന്നിട്ടുണ്ട്. അറ്റ് ദ ഇൻസ്റ്റന്റ് വെൻ ദ റേഡിയസ് ഓഫ് ദ സർക്കുലർ വേവ് ഇസ് 10 സെന്റിമീറ്റർ. ആ സർക്കുലർ വേവിന്റെ 10 സെന്റിമീറ്റർ റേഡിയസ് 10 സെന്റിമീറ്റർ ആവുന്ന സമയത്ത് ഹൗ ഫാസ്റ്റ് ഈസ് ദ എൻക്ലോസ്ഡ് ഏരിയ ഇൻക്രീസിങ്. അപ്പൊ എത്ര വേഗത്തിലാണ് അതിന്റെ ഏരിയ കൂടുക എന്ന് ചോദിച്ചത്. അപ്പൊ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അറിയാം ആ വേവ് ഇങ്ങനെ സ്പീഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ കുളത്തിലേക്ക് എറിഞ്ഞതാ, ഈ ആദ്യം വേവ് ഇങ്ങനെ ആയിരിക്കും, പിന്നെ അത് ഇങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ ചുറ്റും കാണാൻ പറ്റില്ലേ. അപ്പൊ അതിനർത്ഥം എന്താടാ, ഈ വേവിന്റെ എന്താണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. ബേസിക്കലി നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഈ സർക്കുലാർ വേവിന് എന്തായിരിക്കും കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക, റേഡിയസ് അല്ലേ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക. അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ റേഡിയസ് ആണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കി നോക്കാം. ആദ്യം ഇത് ഈ ഒരു സർക്കിൾ പരിഗണിച്ചാൽ ഇതായിരിക്കും ഇതിന്റെ റേഡിയസ്, പിന്നെ ഈ രണ്ടാം സർക്കിൾ ഇതായിരിക്കും ഇതിന്റെ റേഡിയസ്, പിന്നെ അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന അതിന്റെ റേഡിയസ് ആണ്. അപ്പൊ ഈ തന്നിരിക്കുന്ന സ്പീഡ് എന്ന് ഉദ്ദേശിച്ച് തന്നിരിക്കുന്നത് എന്താണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എന്താണ്, റേഡിയസ് ആണ്. ഞാൻ പറഞ്ഞു റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് വെറുതെ പറഞ്ഞാൽ എന്തായിരിക്കും, dr/dt ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂണിറ്റ് നോക്കി കണ്ടുപിടിക്കാൻ പറ്റുന്നത് അങ്ങനെയാണ്. സെന്റിമീറ്റർ 6 യൂണിറ്റ് ആണ് റേഡിയസിന്റെ. സെക്കൻഡ് ഇവിടെ നമുക്ക് റേഡിയസേ ഉള്ളൂ ചർച്ച ചെയ്യാൻ പറ്റില്ല. അപ്പൊ റേഡിയസിന്റെ സെക്കൻഡ് 6 യൂണിറ്റ് ടൈമിന്റെ. സോ dr/dt ആയിരിക്കും തന്നിട്ടുണ്ടാവുക. ഓക്കെ ആണ്. സോ നമുക്ക് തന്നതൊക്കെ എടുത്ത് എഴുതാം. നമുക്ക് സർക്കുലാർ വേവിനെ കുറിച്ച് ചർച്ച, അതിന്റെ ഏരിയയെ കുറിച്ചാണ് ചർച്ച. ഏരിയ ഇൻക്രീസിംഗ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ബേസിക്കലി ആരെ കുറിച്ചാണ് ചർച്ച, ഏരിയ ഓഫ് സർക്കിളിനെ കുറിച്ച് ചർച്ച. അപ്പൊ ഏരിയ ഓഫ് സർക്കിൾ നിങ്ങൾ ആദ്യം എഴുതി പെട്ടിയിട്ട് കൊടുക്കണ്ടേ. ഏരിയ ഓഫ് സർക്കിൾ ഈക്വൽ ടു വീണ്ടും എഴുതി കൊടുക്കുക, πr² ആണ്. πr² എന്ന് എഴുതി പെട്ടിയിട്ട് കൊടുക്കുക. ആദ്യം അത് ചെയ്യുക, അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പരിപാടി. മനസ്സിലായല്ലോ. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ വേഗം ഗിവൺ എന്ന് പറഞ്ഞത് തന്നിരിക്കുന്ന ഇൻഫോർമേഷൻസ് എടുത്ത് എഴുതുക. ഗിവൺ തന്നിരിക്കുന്നത് എന്താണ്, dr/dt ആണ് തന്നിട്ടുള്ളത്. എത്രയാണ്, 4 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. എത്രയാണുള്ളത്, 4 സെന്റിമീറ്റർ പെർ സെക്കൻഡിൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞിട്ടുള്ളത്. ബാക്കി ക്വസ്റ്റ്യൻ കൂടി വായിച്ചു നോക്കാം. അറ്റ് ഇൻസ്റ്റന്റ് വെൻ ദ റേഡിയസ് ഓഫ് ദ സർക്കുലർ വേവ് ഇസ് 10 സെന്റിമീറ്റർ. അത് നമ്മൾ ലാസ്റ്റ് അപ്ലൈ കൊടുക്കുന്ന കാര്യമാണ്. അത് നമുക്ക് ആ സെന്റൻസ് ഒഴിവാക്കിയേക്കുക. ഹൗ ഫാസ്റ്റ് ഈസ് ദ എൻക്ലോസ്ഡ് ഏരിയ ഇൻക്രീസിങ്. അങ്ങനെയെങ്കിൽ അവിടെയുള്ള ഏരിയയിലുള്ള ഇൻക്രീസിങ് അല്ല കണ്ടുപിടിക്കേണ്ടത്. ജസ്റ്റ് ഏരിയ ഇൻക്രീസിങ് എന്ന് പറയുമ്പോഴും നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്, ഏരിയയിലുള്ള ഇൻക്രീസിങ് ആണ്. ഹൗ ഫാസ്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ എത്ര വേഗത്തിൽ, മീൻസ് ഹൗ ഫാസ്റ്റ് എന്ന് ഉദ്ദേശിച്ച ടൈം ആണ്. അപ്പം എത്ര ടൈം കൊണ്ട്, ഹൗ ഫാസ്റ്റ് എത്ര വേഗത്തിൽ, മീൻസ് എത്ര ടൈമിലാണ്, എത്ര വേഗത്തിലാണ് ഏരിയ ഇൻക്രീസിങ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ, ഏരിയയിലുള്ള ഇൻക്രീസിങ് ഹൗ ഫാസ്റ്റ്, എത്ര വേഗത്തിൽ
ഏരിയ കൂടുന്നത്. അപ്പൊ നമ്മൾ പറയുന്നത് എന്താ, ഒരു സെക്കൻഡിൽ ഇത്ര കൂടുന്നുണ്ടെന്നല്ലേ പറയാ. ഇതാ ഇവിടെ നോക്കി നിങ്ങൾ, ഇവിടെ സ്പീഡ് എന്നുള്ളത് എന്തിനാണ് ഇതാ സെന്റിമീറ്റർ പെർ സെക്കൻഡ് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണുള്ളത്. സോ ഇവിടെ പറയുമ്പോൾ നമ്മൾ ഏരിയയുടെ ചേഞ്ച് തന്നെ പറയേണ്ടത് എത്ര കൂടുന്നു വെച്ചാൽ ഒരു സെക്കൻഡിൽ ഇത്ര കൂടുന്നു, 2 സെക്കൻഡ് ഇത്ര കൂടുന്നു, അങ്ങനെയാണ് നമ്മൾ പറയാ. സോ dA/dt തന്നെയാണ് നമ്മൾ കാണേണ്ടത്. അത് ആദ്യം ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെക്കുക. നൗ നമുക്ക് അത് ഒന്ന് കണ്ടുനോക്കാം. നൗ നമ്മൾ എന്തിലേക്ക് കടക്കുകയാണ്, dA/dt അല്ലേ കാണേണ്ടത് എന്ന് പറയുമ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ അല്ലെങ്കിൽ ഏരിയയുടെ ഇൻക്രീസ് അല്ലേ കാണേണ്ടത്. അവിടെ ഉദ്ദേശിക്കുന്നത് എന്താ, റേറ്റ് ഓഫ് ചേഞ്ച് എന്താ പോസിറ്റീവ്, അത് നമ്മൾ പഠിച്ച ഗ്രാഫൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അതാണ് അവിടെ ഉദ്ദേശിച്ചത്. ഏരിയ ഇൻക്രീസിങ്, റേറ്റ് ഓഫ് ചേഞ്ച് ഇൻക്രീസ് ആണ് നിങ്ങൾക്ക് കത്തണം, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സോ d/dt ഓഫ് എന്താ കാണേണ്ടത്, πr² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നേരത്തെ പറഞ്ഞ അതേ കൺസെപ്റ്റ് ആണ്. പൈ പുറത്ത് വെച്ചു, r² വിത്ത് റെസ്പെക്ട് ടു ടി എങ്ങനെ ചെയ്യുക, r² 2r ആണ്, പക്ഷെ ടി ഇരിക്കേണ്ട സ്ഥാനത്ത് ആടിരുന്നുകൊണ്ട് അയാൾ ഒന്നും കൂടി വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. മനസ്സിലായല്ലോ? ഇതൊക്കെ ചെയിൻ റൂൾ ആണ് പഠിച്ചിട്ടുണ്ടാവണം. നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്റർ ഒന്ന് കണ്ടിട്ട് വരും. ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് 2πr എന്ന് എനിക്ക് എഴുതാം. ഇൻറ്റു dr/dt തന്നിട്ട് 4 എന്ന് പറയുമ്പോൾ 8πr ആയിരിക്കും ആൻസർ. കഴിഞ്ഞിട്ടില്ല, നമുക്ക് കണ്ടീഷൻ കൂടി തന്നിട്ടുണ്ട്. വെൻ ദ റേഡിയസ് ഓഫ് ദ സർക്കുലർ വേവ് ഈസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ബാക്കി കൂടി ചെയ്യാം. വെൻ റേഡിയസ് ഈക്വൽ ടു 10 സെന്റിമീറ്റർ, നമ്മളോട് എന്താ വെച്ചിട്ടുള്ള ഏരിയയുടെ ചേഞ്ച് അല്ലേ, dA/dt എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ dA/dt ഈക്വൽ ടു എന്തായിരിക്കും, 8π × 10 which is equal to 80π. യൂണിറ്റ് എന്തായിരിക്കും, ഏരിയയുടെ സെന്റിമീറ്റർ സ്ക്വയർ ടൈം ഇൻറ്റു സെക്കൻഡ്. ഓക്കെ ആണ്. ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് ചോദിച്ചേക്കാം, നിങ്ങളൊന്ന് കൃത്യമായിട്ട് നല്ല വൃത്തിക്ക് കൺസെപ്റ്റ് ഉണ്ടാക്കിയാൽ മതി. ഇതാണ് കൺസെപ്റ്റ്. ജസ്റ്റ് നിങ്ങൾ മനസ്സിലേക്ക് ഇങ്ങനെ ഇമാജിൻ ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് വേഗം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. ഓക്കെ, ടൈം ഇല്ല പറഞ്ഞിരിക്കാൻ വേണ്ടി, അതുകൊണ്ടാണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ 4ാമത്തെ ക്വസ്റ്റ്യൻ. എളുപ്പമാണ്, നമുക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിനെ കുറിച്ച് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഈ ഒരു ഭാഗത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. The radius of a circle is increasing at the rate of. അപ്പോൾ ഒരു സർക്കിളിന്റെ റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്നു at the rate of എത്രയാണ്, 0.7 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഇറ്റ്സ് സർക്കംഫറൻസ്. അപ്പൊ നിങ്ങൾക്കൊരു കാര്യം ഉറപ്പാണ്, ഒരു സർക്കിളിന്റെ റേഡിയസ് ഇങ്ങനെ കൂടുക എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും അതിന്റെ ഒരു വലിപ്പം സർക്കംഫറൻസ് ഇങ്ങനെ കൂടുകയല്ലേ ചെയ്യാം. ഒരു പെരിമീറ്റർ, ആ ചുറ്റളവ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ ചെയ്യാം. കൂടാതെ ഏരിയയും കൂടും. നമ്മളോട് ഇവിടെ ചോദിച്ചത് സർക്കംഫറൻസിനെ കുറിച്ചാണ്. ആ സർക്കിളിന്റെ ഈ ഒരു റേഡിയസ് ഇത്രയിൽ കൂടുകയാണെങ്കിൽ അതിന്റെ സർക്കംഫറൻസ് എത്ര വെച്ച് കൂടുന്നല്ലേ ചോദ്യം. അപ്പൊ സർക്കംഫറൻസിനെ കുറിച്ച് നമ്മൾ നോക്കി നോക്കാം. സർക്കംഫറൻസ് ഓഫ് എ സർക്കിളിനെ കുറിച്ച് നോക്കി നോക്കാം. സർക്കംഫറൻസ് ഓഫ് എ സർക്കിളിനെ കുറിച്ചാണല്ലോ നമ്മുടെ ചോദ്യം. എന്തായിരിക്കും വരിക, നിങ്ങൾക്കറിയാം ഇക്വേഷൻ എന്താണ്, 2πr ആണ്. വേഗം എഴുതി പെട്ടിയിലിടുക. ഇതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. സർക്കംഫറൻസ് എഴുതുക, പെട്ടിയിടുക. ചോദിച്ച കാര്യം എന്താണോ അതിന്റെ ഇക്വേഷൻ എഴുതി പെട്ടിയിടുക. ഓക്കെ ആണ്. ഇനി നമുക്ക് തന്നിട്ടുള്ളത് എന്താണെന്ന് എടുത്തെഴുതാം. ഗിവൺ തന്നിരിക്കുന്നത് എന്താണ്, റേറ്റ് ഓഫ് എന്താണ്, റേഡിയസ് കൂടുന്ന ഇൻക്രീസ് ചെയ്യുന്ന റേറ്റാ. ജസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ, റേഡിയസ് കൂടുന്ന റേറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം ആയിരിക്കും ഉണ്ടാവുക. മനസ്സിലായല്ലോ? യൂണിറ്റ് നോക്കിയാലും കിട്ടും. അത് എത്രയാണ്, 0.7 സെന്റിമീറ്റർ പെർ സെക്കൻഡ് ആണ്. നമ്മളോട് എന്താ കാണാൻ ചോദിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ സർക്കംഫറൻസിലുള്ള ഇൻക്രീസാ. സോ ഞാൻ ജസ്റ്റ് സർക്കംഫറൻസിന് ഞാൻ എന്ത് ചെയ്യാം, ജസ്റ്റ് സി എന്ന് കൊടുക്കുകയാണെങ്കിൽ dc/, എന്താ എഴുതാ, എനിക്ക് dt എന്ന് എഴുതി കൂടാ. വിത്ത് റെസ്പെക്ട് ടു ടൈം എന്നല്ലേ കാണുന്നത്, dc/dt തന്നെയാണ് എനിക്ക് കാണുന്നത്. അങ്ങനെ നമുക്ക് ചെയ്ത് നോക്കാം. വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്, റേറ്റ് ഓഫ് ചോദിച്ച റേറ്റ് ഓഫ് ടൈം ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് കണ്ടു തുടങ്ങാം. എന്താണ്, dc/dt അല്ലേ കാണേണ്ടത് എന്ന് പറയുമ്പോൾ d/dt ഓഫ് സർക്കംഫറൻസിന്റെ ഇക്വേഷൻ എന്താണ്, 2πr അല്ലേ. എങ്ങനെയാ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, 2π കോൺസ്റ്റന്റ് പുറത്ത് വെച്ചു ഇൻറ്റു എന്താണ്, r-ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി എന്തായിരിക്കും വരിക, dr/dt ആണ്. എളുപ്പമാണല്ലോ. 2π × dr/dt എന്താണ് വരിക, dr/dt നമ്മളിവിടെ ഉണ്ടല്ലോ 0.7 ആണ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് എത്ര ആയിരിക്കും ആൻസർ വരിക, 1.4. ജസ്റ്റ് 2 കൊണ്ട് മൾട്ടിപ്ലൈ 7 × 2 π 4, ഒരു പോയിന്റ് മാറ്റിയത് 1.4 പൈ. ഇത്രയായിരിക്കും ഇതിന്റെ ആൻസർ. വേറെ എന്തെങ്കിലും നമ്മളോട് വേണമെന്നൊന്നും ഒരു കണ്ടീഷനും പറഞ്ഞിട്ടില്ല. സോ വേഗത്തിന്റെ യൂണിറ്റ് സർക്കംഫറൻസിന്റെ യൂണിറ്റ് സെന്റിമീറ്റർ പറയാ പെർ സെക്കൻഡ്. ഇതായിരിക്കും ഇതിന്റെ ആൻസർ. എളുപ്പല്ലേ? വേഗം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. എന്നാ വേഗം അടുത്ത ക്വസ്റ്റ്യൻ. സോ ഇതാണ് നമ്മുടെ 5ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് എക്സാമിന് ചോദിക്കാറുള്ള മോഡൽ ക്വസ്റ്റ്യൻ ആണ്. സോ ഇത് പഠിച്ചു വെക്കണം നിങ്ങൾ. ഓക്കെയാണ്. an edge of a variable cube. വേരിയബിൾ ക്യൂബിന്റെ ഒരു വശം
ഈസ് ഇൻക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് 3 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. അതിൻ്റെ ഒരു വശം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ 3 സെന്റിമീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന ആ ഒരു അളവിൽ ആ ഒരു റേറ്റിൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഫൈൻഡ് ദ റേറ്റ് ഓഫ്, അപ്പൊ തന്നിരിക്കുന്നത് മാർക്ക് ചെയ്യുക. എന്താണെന്നുള്ളത് വേരിയബിൾ ക്യൂബിന്റെ എഡ്ജിലെ റേറ്റ് ആണ് തന്നിട്ടുള്ളത്, ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് ആണ്. അങ്ങനെയെങ്കിൽ ഫൈൻഡ് ദ റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഇറ്റ്സ് വോളിയം. ബാക്കിയുള്ളത് നമുക്ക് ലാസ്റ്റ് ഇടാനുള്ള പ്രശ്നമൊന്നുമില്ല. അപ്പൊ വോളിയത്തിൽ, അതായത് അതിന്റെ ഇത്ര ചിന്തിക്കാനുള്ളൂ. ഈ ക്യൂബ് എന്ന് പറയുമ്പോൾ എന്താ, സമചതുര കട്ട. നമ്മൾ കളിക്കാൻ ഇടുമ്പോൾ ഡൈസ് ഇല്ല, ഡൈസ് ആണ് ശരിക്കും ഈ ക്യൂബ് എന്ന് പറയുന്നത്. സോ ആ ക്യൂബിന്റെ വശങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. എത്രയിലാണ് 3 സെന്റിമീറ്റർ പെർ സെക്കൻഡ് വെച്ച് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അതിന്റെ വശങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ട് ഉറപ്പായി അതിന്റെ വോളിയം കൂടൂലേ, ആ വോളിയത്തിലുള്ള റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. സോ നമുക്ക് ക്യൂബിനെ കുറിച്ചാണല്ലോ ചർച്ച, ക്യൂബിന്റെ വോളിയത്തെ കുറിച്ചാണല്ലോ ചർച്ച. അപ്പൊ നമുക്ക് ആൻസർ ആദ്യം എഴുതേണ്ടത് എന്താ, വോളിയം ഓഫ് ക്യൂബ് ആണ് നമുക്ക് കാണേണ്ടത്. ജസ്റ്റ് വോളിയം ഓഫ് ക്യൂബ് ഈക്വൽ ടു ഇക്വേഷൻ എഴുതി പെട്ടിയിടുക, എക്സ് ക്യൂബ് എന്ന് എഴുതി നിങ്ങൾ ആദ്യം അത് പെട്ടിയിൽ ഇട്ട് കൊടുക്കുക. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ഇനി എന്തുകൊണ്ടാണ് ഞാൻ എക്സ് ഞാൻ അതിന്റെ ഒരു വശം എക്സ് ആയിട്ട് കൺസിഡർ ചെയ്തു. അപ്പൊ നിങ്ങൾ ജസ്റ്റ് അതിന് ചിത്രം ഒരു ക്യൂബ് ഇവിടെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുക്കട്ടോ. ഇവിടെ അതിന്റെ ഒരു വശം എക്സ് ആക്കിയിട്ടൊക്കെ നിങ്ങൾ എടുക്കണം, എന്നാൽ മാത്രമേ കാര്യമുള്ളൂ. ഒരു സമചതുര കട്ട നിങ്ങൾ വരക്കുക, അതിന്റെ ഒരു വശം നിങ്ങൾ എക്സ് ആണെന്നൊന്ന് കാണിച്ചു കൊടുത്തേക്കുക. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാം, ലെറ്റ് എക്സ് ബി ദ എഡ്ജ് ഓഫ് എന്താണ് ക്യൂബ് എന്ന് എഴുതി സെന്റൻസ് ആക്കി എഴുതി കൊടുക്കുക. അതിനെക്കാട്ടും നല്ലൊരു ചിത്രം വരച്ചു കൊടുക്കണല്ലേ. അപ്പൊ ചിത്രം വരച്ചാൽ അതിന്റെ ഒരു സൈഡ് എക്സ് ആണെന്ന് മാർക്ക് ചെയ്യുക. ആ സൈഡ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ അതിന്റെ വോളിയം ചേഞ്ച് ചെയ്യും. ആ വോളിയത്തിലുള്ള ചേഞ്ച് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അത് തന്നിരിക്കുന്നത് എടുത്ത് പറഞ്ഞാണ് ഗിവൺ. എന്താ തന്നിട്ടുള്ളത്, റേറ്റ് ഓഫ് എഡ്ജിന്റെ ആ ഒരു എഡ്ജ് ഇങ്ങനെ കൂടുന്ന, എഡ്ജിന്റെ ലെങ്ത് കൂടുന്ന ആ ഒരു റേറ്റ് എന്നുണ്ടല്ലോ, അത് എത്രയാണ്, 3 സെന്റിമീറ്റർ പെർ സെക്കൻഡ് അല്ലേ. അപ്പം ഒരു എഡ്ജിന്റെ ഒരു സംഭവം എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ, എഡ്ജിനെ നമ്മൾ എക്സ് എന്ന് വിളിക്കുകയാണെങ്കിൽ അതിന്റെ റേറ്റ് ആണ്. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു ടൈം ആയിരിക്കും. അത് എത്രയാണ്, കൂടുന്നോണ്ട് പോസിറ്റീവ് എന്ന് എടുക്കണേ, കൂടുന്നോണ്ട് പോസിറ്റീവ് എന്ന് എടുത്താൽ മതി 3 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. ഇനി നമ്മൾ എന്താ കാണാൻ പറഞ്ഞിട്ടുള്ളത്, വോളിയത്തിലുള്ള ചേഞ്ച് അല്ലേ. സോ dv/dt ആണ് കാണേണ്ടത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. സോ now വേഗം എന്ത് ചെയ്യാം, നമുക്ക് കണ്ടു തുടങ്ങാം. dv/dt ആണ് കാണേണ്ടത് എന്ന് പറയുമ്പോൾ d/dt ഓഫ് എക്സ് ക്യൂബ് ആണ് കാണേണ്ടത്. എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി എന്തായിരിക്കും വരിക, എക്സ് ക്യൂബിന്റെ 3x² ആയിരിക്കും വരിക. പക്ഷെ കഴിഞ്ഞിട്ടില്ല, കാരണം ടി ആണ് വിത്ത് റെസ്പെക്ട് ടു ടി ആയതുകൊണ്ട് ആ എക്സിനെ നമ്മൾ ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അതാണ് അപ്പൊ dx/dt എന്ന് കിട്ടും. ഇതൊക്കെ ചെയിൻ റൂൾ ആണ്, കഴിഞ്ഞ ചാപ്റ്റർ കാണാത്തതുകൊണ്ട് കണ്ടിട്ട് വരിക. അത് ശരിക്കും ഇവിടെ ടി ക്യൂബ് വിത്ത് റെസ്പെക്ട് ടു നമ്മൾ ഡി ടി ഇങ്ങനെയാണ് നമ്മൾ പറയാം, ഡെറിവേറ്റീവ് ഓഫ് ടി ക്യൂബ് വിത്ത് റെസ്പെക്ട് ടു ടി എന്നാണ് ശരിക്കും നമ്മൾ പറയാ. പക്ഷേ ഇതാണ് ഇതിന്റെ ജനറൽ കണ്ടീഷൻ. നമ്മൾ ഇങ്ങനെയാണ് പഠിച്ചിട്ടുണ്ടാവുക, d/dx ഓഫ് എക്സ് ക്യൂബ് എന്നൊക്കെ പറയുന്ന പോലെ d/dt ഓഫ് ടി ക്യൂബ് എന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ ടി ഇരിക്കുന്ന സ്ഥാനത്ത് എക്സ് ഇരുന്നുകൊണ്ട് സാധാരണ എക്സ് ക്യൂബിന് ചെയ്യാം, പിന്നെ എക്സ് ഇരുന്നുകൊണ്ട് എക്സിന് ഒന്നും കൂടി ചെയ്യാം. ഇതാണ് ഇതിന്റെ ചെയിൻ റൂൾ ഓഫ് എന്തെന്ന് പറയുന്നത്, ആ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് നാം പഠിപ്പിച്ചാണ്. ഞാൻ ഇതിലേക്കൊന്നും പോകുന്നില്ല, വേഗം എഴുതുക. 3x² ഇൻറ്റു dx/dt 3 ആണ് എന്ന് പറയുമ്പോൾ 9x² ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത്. കഴിഞ്ഞിട്ടില്ല, ലാസ്റ്റ് ഒരു കണ്ടീഷൻ പറഞ്ഞു, when the edge is 10 സെന്റിമീറ്റർ ലോങ്. അപ്പൊ when edge എന്ന് പറയുമ്പോൾ x ആണ്, when x equal to 10 സെന്റിമീറ്റർ. അങ്ങനെയെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം അല്ലേ, therefore dv/dt അല്ലേ കാണാൻ പറഞ്ഞുള്ള എത്രയായിരിക്കും, ഇതിൽ ഇട്ട് കൊടുത്താൽ മതി. 9 × 10² എന്ന് പറയുമ്പോൾ 900 സെന്റിമീറ്റർ ക്യൂബ്. വോളിയത്തിന്റെ ക്യൂബ് ആണ് പെർ സെക്കൻഡ് എന്നായിരിക്കും വരിക. സോ ഇതാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. സോ ബാക്കി ക്വസ്റ്റ്യൻസ് ഇനിയും ഒരു 6 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, ഒരു 6 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതൊക്കെ വരുന്ന മോഡലുണ്ട്. സോ ഈ 5 ക്വസ്റ്റ്യൻ നിങ്ങൾ ഈ പാർട്ടിൽ ചെയ്ത് ഉറപ്പാക്കുക. റേറ്റ് ഓഫ് ചേഞ്ചിന്റെ അടുത്തൊരു പാർട്ടും കൂടി ഞാൻ ചെയ്യാം. ഇതൊക്കെ കൂടി ഒപ്പം ചെയ്ത വീഡിയോ വളരെ ലെങ്ത് ആയി പോകും, നിങ്ങൾക്ക് കാണാൻ ഭയങ്കര മടുപ്പാകും. എത്ര കൺസെപ്റ്റ് പറയുന്നുണ്ടെന്ന് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് കാണാൻ ഭയങ്കര ചടപ്പായിരിക്കും. സോ നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ പരമാവധി ഇതേ വൃത്തിയിൽ കാര്യങ്ങളൊക്കെ ഇതേപോലെ ഉൾക്കൊള്ളിച്ച് എഴുതാൻ ശ്രമിക്കുക. അതാണ് നിങ്ങളോട് പറയാനുള്ളത്. സോ ഞാൻ എന്ത് ചെയ്യണം, ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ബൈ.